എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് അർദ്ധനാരീശ്വര മ്യൂറൽ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. പകുതി പുരുഷനും പകുതി സ്ത്രീയുമായ ദൈവരൂപമാണ് അർദ്ധനാരീശ്വരൻ. പ്രകൃതി പുരുഷ ഏകത്വം എന്ന സങ്കല്പത്തിലുള്ള ശിവപാർവതിമാരുടെ സംയോജിത രൂപമാണിത്. ചിത്രങ്ങളിലും മറ്റും നേർ പകുതിയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറുമെല്ലാം തുല്യരാണ് എന്ന സങ്കല്പത്തിൻ്റെ പൗരാണിക രൂപമാവാം ഇത്. അവാച്യമായ പ്രണയസാഫല്യത്തിൻ്റെ ഈശ്വരഭാവമാണ് അർദ്ധനാരീശ്വരൻ. ശ്രീ പാർവതി ദുർഗാ ഭഗവതിയുടെ അവതാരമെടുത്ത് മഹിഷാസുരനെ വധിച്ചു. ഇതിൽ പരമശിവന് അഭിമാനവും സന്തുഷ്ടിയും ഉണ്ടായി. തൻ്റെ ഭാര്യയുടെ ആത്മരൂപമായ ദുർഗയോട് അമിതമായ പ്രേമപാരവശ്യം തോന്നി. ശിവൻ വേഗം അരുണാചലത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ഭാര്യ പാർവതിയുടെ അടുത്തെത്തി. ഇരുവരും ആലിംഗനബദ്ധരായി. ശ്രീ പാർവതിയെ ശിവൻ തൻ്റെ മടിയിൽ ഇടത്തെ തുടയിലിരുത്തി. പാർവതിയാകട്ടെ ആ ശരീരത്തിൽ ലയിച്ചു ചേർന്നു. ആ ശരീരത്തിൻ്റെ വലതുഭാഗം ശിവചിഹ്നങ്ങളായ ജഡ, സർപ്പം തുടങ്ങിയവയും ഇടതുഭാഗം പാർവതിയുടെ സ്ത്രീരൂപമാവുകയും ചെയ്തു. പാർവതി പരമേശ്വരന്മാരുടെ പ്രണയസാഫല്യത്തിൻ്റെ പരമാത്മഭാവമാണ് അർദ്ധനാരീശ്വരൻ. പ്രകൃതി പുരുഷ സംയോഗമാണ് ഇതെന്ന് താന്ത്രികർ വിശ്വസിക്കുന്നു. സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്ന ശൈവം, ശാക്തേയം എന്നീ രണ്ടു ശാഖകളുടെ സംയോജിതമായ ആരാധനാ സമ്പ്രദായങ്ങളും താന്ത്രിക ക്രിയയിലെ ഏകത്വവും അർദ്ധനാരീശ്വര സങ്കല്പത്തിലും ആചാരങ്ങളിലും പലയിടത്തും ദർശിക്കാവുന്നതാണ്. അർദ്ധനാരീശ്വരൻ പ്രപഞ്ചത്തിലെ സ്ത്രീ പുരുഷ ശക്തികളുടെ സമന്വയത്തെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ദൈവത്തിൻ്റെ സ്ത്രീ തത്വമായ ശക്തി ദൈവത്തിൻ്റെ പുരുഷ തത്വമായ ശിവനിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണെന്ന് വ്യക്തമാക്കുന്നു. ഈ തത്വങ്ങളുടെ സംയോജനം എല്ലാ സൃഷ്ടികളുടെയും വേരും ഗർഭപാത്രവുമായി ഉയർത്തപ്പെടുന്നു. അർദ്ധനാരീശ്വരൻ ശിവന്റെ സർവവ്യാപിയായ രൂപത്തിൻ്റെ പ്രതീകമാണെന്നാണ് മറ്റൊരു വീക്ഷണം. അർദ്ധനാരീശ്വര സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശിവൻ എന്താണ്, പാർവതി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാർവതി അഥവാ ശക്തി അഥവാ പ്രകൃതി ഭൗതികതയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ ശക്തിയും ഊർജമാണ്. ശിവൻ ആത്മീയതയെ പ്രതിനിധാനം ചെയ്യുന്നു. ശിവൻ എന്ന വാക്ക് ശവം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ്. അതായത് ഏതൊന്നിനാണോ ജീവനില്ലാത്തത് അതിൻ്റെ വിപരീതമാണ് ശിവൻ. അതിനെ അന്തർബോധമെന്നോ പ്രജ്ഞയെന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ കാരണം കൊണ്ട് ശിവഭക്തന്മാർ ബാഹ്യമായ ഒരു ശിവനെയല്ല ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പകരം ശിവൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് വിശ്വസിച്ച് ആരാധിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ശിവനും ശക്തിയും ലയിക്കുമ്പോഴാണ് ആത്മാവ് ഉണ്ടാവുന്നത്. ശിവപാർവതിമാരുടെ അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുന്ന ഭക്തന് സർവകാര്യസാധ്യവും ജീവിത വിജയവും ഉണ്ടാവുമെന്നാണ് പുരാണങ്ങളിലും മന്ത്രവിധികളിലും പറയപ്പെടുന്നത്.
ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.